ഒരു വർഷം കൂടി കടന്നു പോകുന്നു. 2020 നമ്മളോട് വിട പറയുന്നു. കോവിഡ് എന്ന മഹാമാരി കൊണ്ട് വലഞ്ഞ ഒരു വർഷം. ഒരുപാട് പ്രതിസന്ധികൾ ഈ കഴിഞ്ഞ വർഷത്തിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് തെളിഞ്ഞു വന്ന ഒത്തിരിയേറെ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരുപാട് സമയം, സുഹൃത്തുക്കളുടെ ഒപ്പവും കുടുംബത്തിൻ്റെ ഒപ്പവും ചെലവഴിക്കാൻ കഴിഞ്ഞ അവസരങ്ങൾ, അങ്ങനെ ഒത്തിരി നല്ല നിമിഷങ്ങളും കഴിഞ്ഞ വർഷത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം, കഴിഞ്ഞ ഒരു വർഷം എൻ്റെ ജീവിതം എങ്ങനെയിരുന്നു? ഞാൻ എന്താണ് നേടിയത്? ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതമായിരുന്നോ ഞാൻ നയിച്ചത്? ആത്മാഭിമാനത്തോടു കൂടി എനിക്ക് കഴിഞ്ഞ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുമോ? എത്രയോ സമയം ഞാൻ നഷ്ടപ്പെടുത്തി, എത്രയോ അവസരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി, എത്രയോ മണിക്കൂറുകൾ അലസതയിലും മറ്റും ഞാൻ സമയം കളഞ്ഞു. പുതിയ വർഷം പുതിയൊരവസരമാണ്. ദിസ് ന്യൂ ഇയർ ലെറ്റ്സ് ബിഗിൻ ന്യൂ. എവറി ഡേ ഈസ് എ സെക്കൻഡ് ചാൻസ്. എവറി ഇയർ ഈസ് എ ന്യൂ ബിഗിനിങ്. ഈ വർഷം നമുക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. വി ഹാവ് ടു ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. ഞാൻ എന്ത് കാര്യം ചെയ്താലും, ഞാൻ എന്ത് കാര്യം ചിന്തിച്ചാലും, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അതിലെനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റണം, അത് ഞാനാണ് ചെയ്തതെന്ന്. ഐ മസ്റ്റ് ബി റെസ്പോൺസിബിൾ ഫോർ മൈ ആക്ഷൻസ്. ശരിയാണ്, ഒത്തിരി കഴിവുള്ളവരുണ്ട്, ടാലൻ്റ് ഉള്ളവരുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ പലരും വളരാത്തതിൻ്റെ ഒരേ ഒരു കാരണം, ദേ ആർ നോട്ട് ടേക്കിംഗ് അപ്പ് റെസ്പോൺസിബിലിറ്റി. ഈ വർഷം നമുക്ക് വളരണം. വി ഹാവ് ടു എൻ്റർ ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് എനിക്ക് കയറണം. ഇഫ് യു വാണ്ട് ടു ഡു ദാറ്റ്, ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. നമ്മളോട് തന്നെ പ്രതിജ്ഞ ചെയ്യണം. നിൻ്റെ ജീവിതത്തിൻ്റെ വണ്ടിയുടെ സ്റ്റീറിംഗ് നീ തന്നെ പിടിക്കണം. ഈ ജീവിതത്തിൻ്റെ സ്റ്റീറിംഗ് എൻ്റെ കയ്യിലാക്കണം. അതാണ് നമ്മുടെ ഈ വർഷത്തെ ലക്ഷ്യം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് 3 കാര്യങ്ങളാണ്. അത് ഈ വർഷം നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന 3 ചീത്ത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ 3 ചീത്ത ശീലങ്ങൾ. അതെന്തുമാവാം, അത് എഴുതിയിടണം. ഫോൺ ഓവർ യൂസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അധികം സമയം ചെലവഴിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ കാണുന്നതാകാം, അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ ആവാം, അലസതയാവാം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സ്വഭാവമാകാം, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയി സമയം കളയുന്ന സ്വഭാവമാകാം. എന്തുവാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എഴുതിയിടണം. അതുപോലെ തന്നെ ഈ വർഷം വളർത്താൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. അതാണ് ഈ വർഷം നിങ്ങൾ നേടാൻ പോകുന്നത്. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം. ചിലപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം, പഠിക്കണം, എല്ലാ ദിവസവും ജിമ്മിൽ പോകണം, കൂടുതൽ നന്നായിട്ട് ജീവിക്കണം, കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കണം, കൂടുതൽ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം. ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തരുത്. ഓരോ ദിവസവും കൃത്യമായി പ്ലാൻ ചെയ്ത് ജീവിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ 3 കാര്യങ്ങൾ, നിങ്ങളെടുക്കുന്ന 3 തീരുമാനങ്ങൾ, അതും എഴുതിയിടണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന 3 കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട 3 കാര്യങ്ങളും. ഇനി വേണ്ടത് 3 പേരെ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള 3 മഹത് വ്യക്തിത്വങ്ങൾ. അവരുടെ ജീവിതാദർശങ്ങൾ, അവരുടെ തത്വങ്ങൾ, അവരുടെ ദർശനങ്ങൾ, അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അത് നമ്മളെ ഇൻസ്പയർ ചെയ്യും, അത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. തളർന്നു പോകുമ്പോൾ അത് നമ്മളെ കൈപിടിച്ചുയർത്തും. ആരുമാവാം, നമുക്കിഷ്ടമുള്ള 3 പേർ, അവരെ 3 പേരെയും തിരഞ്ഞെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കണം. APJ അബ്ദുൽ കലാം, അബ്രാഹം ലിങ്കൺ, കോബി ബ്രയാൻ, സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, റൊണാൾഡോ, മെസ്സി, നെൽസൺ മണ്ടേലെ, മദർ തെരേസ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, ആരുമായിക്കോട്ടെ 3 പേരെ തിരഞ്ഞെടുക്കണം. ദേ ആർ യുവർ മെൻറ്റേഴ്സ്. ഇനി ഈ വർഷം തീരുമ്പോൾ ചെയ്യേണ്ടത്, ചൂസിങ് എ ഗോൾ ആൻഡ് സ്റ്റിക്കിംഗ് ടു ഇറ്റ് ചേഞ്ചസ് എവ്രിതിങ്. പുതിയ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കണം. പഴയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവയെ പുതുക്കണം. ദിസ് ഇയർ ഈസ് എ ബിഗ് ചാൻസ് ഫോർ യു. ഈ വർഷം നിങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരമാണ്. ഈ 365 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചിരിക്കും. അതുപോലത്തെ ലക്ഷ്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. യു മസ്റ്റ് ഡു ദ തിങ് യു തിങ്ക് യു കനോട്ട് ഡു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം വേണം നിങ്ങൾ ഈ വർഷം ചെയ്യാൻ. ചലഞ്ച് യുവർ സെൽഫ്. പരിധികൾക്കപ്പുറം പോകണം. ഇന്ന് തൊട്ട് പരിശ്രമിക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഹി ക്യാൻ ചലഞ്ച് ഹിംസെൽഫ്. അവനെ തന്നെ മറികടക്കാൻ സാധിക്കും. നത്തിങ് ഹാപ്പൻസ് അൺടിൽ യു മേക്ക് ഇറ്റ് ഹാപ്പൻ. നിങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ നാളെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ പോകും. ഈ വർഷം കഴിയുമ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. കഴിഞ്ഞ വർഷം പോയതൊക്കെ പോട്ടെ, കഴിഞ്ഞ വർഷം നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ പോട്ടെ, നമ്മുടെ ഭാഗത്തു നിന്ന് വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ പോട്ടെ. നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, അത് നമുക്കാണ്. Only you can change your life. Only your decisions can change your life. ചുറ്റുമുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ,
അവരെന്തെങ്കിലുമൊക്കെ വിചാരിക്കട്ടെ. ഇത് നമ്മുടെ ജീവിതമാണ്, നമ്മൾ തീരുമാനിക്കണം. വർക്ക് ഇൻ സൈലൻസ് ആൻഡ് ബി റെസ്പോൺസിബിൾ ഫോർ യുവർ സെൽഫ്. നിശബ്ദതയിൽ കഷ്ടപ്പെടണം, പണിയെടുക്കണം. നമ്മുടെ ബുക്കിൽ എഴുതി വെക്കണം, ഈ വർഷത്തെ എൻ്റെ മിഷൻ എന്താണ്. ഒരൊറ്റ വരിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എഴുതാൻ കഴിയുമോ? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരൊറ്റ വരിയിൽ കുറിച്ചിടണം. അതാണ് വേണ്ടത്. ചിലർ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്: ലവ് ആൻഡ് ലീവ് എവറി മൊമെൻറ്റ്, അല്ലെങ്കിൽ എവറി സെക്കൻഡ് ലീവ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഡു നൗ, അല്ലെങ്കിൽ ബി എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. മറ്റൊരാൾ എഴുതിയത് ഗീവ് എവറിത്തിങ് ആൻഡ് ഡു മൈ ബെസ്റ്റ്. എന്തുമായിക്കോട്ടെ, ഈ വർഷത്തെ എൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഈ വർഷം എന്നെ നയിക്കാൻ പോകുന്ന ഒറ്റവാചകം അതാണ്. അത് എഴുതിയിടണം. നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയണം. പീപ്പിൾ വിത്ത് ഗോൾസ് നോ വെയർ ദേ ആർ ഗോയിങ്. ഇന്നത്തെ ദിവസം അതിനാണ്, ഈ യാത്രയുടെ ലക്ഷ്യം തീരുമാനിക്കാൻ, ദിശ നിശ്ചയിക്കാൻ. ഇത് മാത്രം കേൾക്കണം. നീ ജീവിതത്തിൽ ഒത്തിരി മെച്ചപ്പെടാൻ ശ്രമിക്കുന്നു, ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. നീ ഈ വീഡിയോ കാണുന്നു. യു ആർ എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ് ആൻഡ് യുവർ ഡ്രീംസ് ആർ വണ്ടർഫുൾ. സോ നെവർ ഗിവ് അപ്പ്. I won't let you give up your dreams, man. I won't let you give up your dreams. പ്രശ്നങ്ങളും എതിർപ്പുകളും മടുപ്പുകളും ഇനിയും ഉണ്ടാവും. ഈ വർഷവും ചിലപ്പോൾ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടേറിയതാവും. പക്ഷേ ഈ വർഷം നീ ഒരു കാര്യം മറക്കരുത്. യു ക്യാനോട്ട് സ്റ്റോപ്പ് വേവ്സ്, ബട്ട് യു ക്യാൻ ലേൺ ടു സർഫ്. നിനക്ക് തിരമാലകളെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ അവയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കാൻ നിനക്ക് പഠിക്കാൻ കഴിയും. യു ക്യാൻ ഓവർകം, മാൻ. ചലഞ്ച് യുവർ സെൽഫ്. ചലഞ്ച്. വേറൊന്നിനും നിന്നെ മാറ്റാൻ പറ്റത്തില്ല. വെൻ ചാലഞ്ച് കംസ് യു എൻ്റർ ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് യുവർ ലൈഫ്. നീ പുതിയ മനുഷ്യനാകും, നിന്റെ ജീവിതം പുതിയതാകും, നിന്റെ ലക്ഷ്യങ്ങൾ പുതിയതാകും. യുവർ ലൈഫ് വിൽ ചേഞ്ച് ഫോർ എവർ. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ഈ വർഷം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ.